കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. SIR നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. SIR ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. SIR നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളാണ് പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ആ മറുപടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ ഈ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നേരിടുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലേക്ക് SIR നടപടിക്രമങ്ങൾ കൂടി പോകുമ്പോൾ അത് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ആ വാദത്തെയൊക്കെ പാടെ തള്ളുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന മറുപടിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒന്നിച്ചു മുന്നോട്ട് പോകുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ BLO-മാരുടെ മരണം ഒപ്പം ജോലിഭാരം കൊണ്ടല്ലെന്നും അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കോടതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.